മെത്തേഡ് ഓഫ് ജോയിൻസ്. മെത്തേഡ് ഓഫ് ജോയിൻസ് യൂസ് ചെയ്തിട്ട് സ്ട്രെസ് അനലൈസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമൈൻ ദ ഫോഴ്സസ് ഡെവലപ്ഡ് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ട്രസ് ആസ് ഷോൺ ഇൻ ഫിഗർ ബൈ യൂസിങ് മെത്തേഡ് ഓഫ് ജോയിൻസ്. ഓക്കെ, മെത്തേഡ് ഓഫ് ജോയിൻസ് യൂസ് ചെയ്തിട്ട് ഈ ഫിഗറിൽ കാണുന്ന ട്രസ്സിൻ്റെ മെമ്പേഴ്സിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള മെമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ AC, AE, CE, ED, DC ആൻഡ് CB, ഇത്രയും മെമ്പേഴ്സ് ഉണ്ട്. 1 2 3 4 5 6 6 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 6 മെമ്പേഴ്സിലുള്ള ഫോഴ്സസ് കണ്ടുപിടിക്കുക. അതിൽ ഡെവലപ്പ് ചെയ്യുന്ന എക്സ്റ്റേണലി ഇയിലും ഡിയിലും 60 kN 60 kN ലോഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലോഡുകൾ ആക്ട് ചെയ്യുമ്പോൾ ഈ മെമ്പേഴ്സിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ്, ഓക്കെ, അത് കംപ്രസീവ് ആണോ ടെൻസൈൽ ആണോ, അതിൻ്റെ നേച്ചറും കൂടെ കണ്ടുപിടിക്കണം. അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഓരോ മെമ്പേഴ്സിനും ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസും നമുക്കറിയാം. ട്രസ്സിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ആക്സൽ ഫോഴ്സസ് ആണ്, എക്സ്റ്റേണൽ ലോഡ് കാരണം, അല്ലേ? അപ്പോൾ ആ ആക്സൽ ഫോഴ്സസിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അതിന്റെ നേച്ചർ, അത് ടെൻസൈൽ ആണോ കംപ്രസീവ് ആണോ എന്നുള്ളതും കൂടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കാൻഡിലീവറിന്റെ ഒരു ട്രസ് ആണ്, അല്ലേ? അതായത് ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, മറ്റുള്ള എൻഡ്, അതായത് മറ്റേ എൻഡ് D എന്ന് പറയുന്ന എൻഡ് ഫ്രീ ആയിട്ട് കിടക്കുന്നു. ഓക്കെ, അതായത് വേറെ സപ്പോർട്ടുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പൊ കാൻഡിലീവർ ആണ്. അപ്പോൾ കാൻഡിലീവർ ആയിട്ടുള്ള ട്രസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അത് സോൾവ് ചെയ്യാനായിട്ട്. റിയാക്ഷൻസ് ഒന്നും കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, നോട്ട്: in this truss at joint D, there are only two unknown forces. Hence, the analysis can be started without finding the reactions. Assume all the unknown forces in the joints as tensile always. Okay, അപ്പം നമ്മൾ എപ്പോഴും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പം ഏത് മെത്തേഡ്, ഏത് ടൈപ്പ് ഓഫ് ട്രസ്സും ആയിക്കോട്ടെ, സിംപ്ലി സപ്പോർട്ടഡ് ആയിക്കോട്ടെ, അതുപോലെ കാൻഡിലീവർ ആയിക്കോട്ടെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 അൺനോൺസ് ഉള്ള ജോയിന്റ്സ് എന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, 2 അൺനോൺസേ പാടുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ അൺനോൺസ് എന്ന് പറയുന്നത് മെമ്പർ AC-യിലുള്ള ഫോഴ്സസ്, ഓക്കെ, മെമ്പർ CB-യിലുള്ള ഫോഴ്സസ്. അപ്പം ഞാൻ ഇതിനെ മെമ്പർ CB-യിലുള്ള ഫോഴ്സിനെ ഞാൻ PCB എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, PCB അല്ലെങ്കിൽ PBC. ഓക്കെ, അതുപോലെ CD എന്ന് പറഞ്ഞ മെമ്പറിലുള്ള ഫോഴ്സ് PCD എന്ന് പറഞ്ഞ് ഞാൻ ഡിനോട്ട് ചെയ്യാണ്. അതുപോലെ PED എന്ന് പറഞ്ഞ ഫോഴ്സ് ആയിട്ട് ഞാൻ ED എന്ന് പറഞ്ഞ മെമ്പറിലുള്ള ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നു. AE എന്ന് പറഞ്ഞ മെമ്പറിലുള്ള ഫോഴ്സ് P സഫിക്സ് AE എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് തിരിച്ചു ആവാട്ടോ, EA അല്ലെങ്കിൽ DE അങ്ങനെ ആവാം. ദിസ് മീൻസ് ഫോഴ്സ് ഇൻ ദിസ് കറസ്പോണ്ടിങ് മെമ്പർ എന്നർത്ഥം. ഓക്കെ, സഫിക്സിൽ എഴുതി കഴിഞ്ഞാൽ. അതുപോലെ CE എന്ന് പറഞ്ഞ മെമ്പറിലുള്ള ഫോഴ്സ് PCE എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ അകത്ത് ഏതാ മിസ്സിംഗ് ഉള്ളത്? CA അല്ലേ, PCA. ഓക്കെ, CA അല്ലെങ്കിൽ AC എന്ന് പറഞ്ഞ മെമ്പറിലുള്ള ഫോഴ്സ് നമുക്ക് PCA അല്ലെങ്കിൽ PAC എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അൺനോൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻസിൽ ചെയ്യുന്നത് ഓരോ ജോയിന്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ഓരോ ജോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ജോയിന്റിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ജോയിന്റിൽ വരുന്ന മെമ്പേഴ്സ് 2 എണ്ണേ പാടുള്ളൂ. അതായത് 2 അൺനോൺസേ അവിടെ പാടുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഇപ്പൊ ഞാൻ ജോയിന്റ് D എടുക്കുവാണെങ്കിൽ, ഇപ്പൊ ഫ്രീ എൻഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ജോയിന്റ് D എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 മെമ്പേഴ്സ് ആ വന്ന് മീറ്റ് ചെയ്യുന്നത്, ED ആൻഡ് CD. അപ്പം 2 മെമ്പർ ഫോഴ്സസ് ആണ് അൺനോൺ ആയിട്ടുള്ളത്, അല്ലെ, ഈ ജോയിന്റിൽ. അപ്പൊ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെത്തേഡ് ഓഫ് ജോയിൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വിലിബ്രിയം കൺസെപ്റ്റ് സമ്മേഷൻ V = 0 ആൻഡ് സമ്മേഷൻ H = 0 ആണ്. ഓരോ ജോയിന്റിലും സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് = 0, സമ്മേഷൻ ഹൊറിസോണ്ടൽ ഫോഴ്സ് = 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഓരോ മെമ്പർ ഫോഴ്സസ് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ആണ് നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് 2 അൺനോൺസേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 അൺനോൺസ് ഉള്ള ജോയിൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ഏതെങ്കിലും ജോയിന്റിൽ 2-ലധികം അൺനോൺസ് വരുവാണെങ്കിൽ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. 2 അൺനോൺസ് ഏത് ജോയിന്റിലാണോ വരുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോർമലി ഇപ്പോൾ കാൻഡിലീവർ കണ്ടീഷൻ വരുന്ന ട്രസ് ആണെങ്കിൽ ഫ്രീ എൻഡ് ആയിരിക്കും 2 അൺനോൺസ് വരിക. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യാം. സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിലും 2 അൺനോൺസ് ഉള്ള ജോയിൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജോയിന്റ് D സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഓരോ ജോയിന്റ് ആയിട്ട് എടുക്കുമ്പോഴും
ആ ജോയിന്റിലുള്ള മെമ്പർ ഫോഴ്സസിനെ നമ്മൾ ടെൻസൈലായിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, ടെൻസൈലായിട്ടാണ് അസ്യൂം ചെയ്യേണ്ടത്. വേണമെങ്കിൽ കംപ്രസീവ് ആയിട്ടും ചെയ്യാം, ഏതെങ്കിലും ഒരു രീതി ഫോളോ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് ജോയിന്റ് ഓരോ ജോയിന്റ് ആയിട്ട് എടുക്കുമ്പം ആ ജോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിലെ ഫോഴ്സ് ടെൻസൈൽ ആണെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാം. അതായത് ടെൻസൈൽ എന്ന് പറഞ്ഞാൽ മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ് മാർക്ക് ചെയ്യും. ഓക്കെ, മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ്. ഇപ്പം ഡി എന്ന് പറയുന്ന ജോയിന്റ് ഉണ്ടെങ്കിൽ അത് ഡി സി എന്ന് പറഞ്ഞ മെമ്പറും അതുപോലെ ഡി ഇ എന്ന് പറയുന്ന മെമ്പറുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിലുള്ള ഫോഴ്സസ്, മെമ്പർ ഫോഴ്സസ് ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ ടെൻസൈൽ, ദാറ്റ് ഈസ് മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ് ഡി എന്നുള്ള രീതിയിൽ, അതായത് പി ഡി സി, ഓക്കെ, അല്ലെങ്കിൽ പി ഇ ഡി എന്ന് പറഞ്ഞ് ഈ രീതി മാർക്ക് ചെയ്യും. അതായത് ഏരോ മാർക്ക് എന്ന് പറയുന്നത് ജോയിന്റ് ഡി എന്ന് അവേ ആയിരിക്കും. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഇപ്പം ജോയിന്റ് സി ആണെങ്കിൽ ജോയിന്റ് സി എന്നാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ടെൻസൈൽ മാർക്ക് ചെയ്യേണ്ടത് സി എന്ന് പറയുന്ന ജോയിന്റ് നിന്ന് മൂവിങ് അവേ വരുന്ന രീതിയിലായിരിക്കണം. മനസ്സിലായല്ലോ? ജോയിന്റ് ഡി എന്നാണെങ്കിൽ മൂവിങ് അവേ, ഇതാണ് ടെൻസൈലിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മൾ ജോയിന്റ് ഡി ആണ് ഇപ്പൊ എടുക്കുന്നെങ്കിൽ അപ്പൊ ഇത്രയും നമ്മളിപ്പോ സെക്ഷൻ കട്ട് ചെയ്തിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുവരെയുള്ള പോർഷൻ മാത്രം നോക്കിയാൽ മതി, ഇപ്പുറത്തേക്കുള്ള ഭാഗം നോക്കണ്ട. അതുപോലെ ജോയിന്റ് സി എടുക്കുമ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് എടുക്കുക. ആ ജോയിന്റ് സിയിൽ വന്ന് മീറ്റ് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സും കട്ട് ചെയ്യുന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ ആ ജോയിന്റ് നിന്ന് എങ്ങനെയാണോ ഫോഴ്സ്, ഓക്കെ, അത് ടെൻസൈൽ ആണെങ്കിൽ മൂവിങ് അവേ മാർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്ന എല്ലാം ടെൻസൈൽ ആണ്. അപ്പൊ എല്ലാം എന്ത് ചെയ്യുക, ഇതേപോലെ ആ ജോയിന്റ് നിന്ന് മൂവിങ് അവേ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് ഇതിൽ അനാലിസിസ് ജോയിന്റ് ഡി എന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ജോയിന്റ് ഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ ഫസ്റ്റ് എടുത്ത് വരയ്ക്കുവാണ്. ഓക്കെ, കൺസിഡർ ദ ഫ്രീ ബോഡി ഡയഗ്രം ഓഫ് ജോയിന്റ് ഡി. ഓക്കെ, ജോയിന്റ് ഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രം ആണിത്. ഇപ്പൊ ജോയിന്റ് ഡിയിൽ രണ്ട് മെമ്പേഴ്സ് വന്ന് മീറ്റ് ചെയ്യുന്നു, സി ഡി എന്ന് പറയുന്ന മെമ്പറും അതുപോലെ ഡി ഇ എന്ന് പറഞ്ഞ മെമ്പറും. ഓക്കെ, അല്ലെങ്കിൽ പി ഡി സി അല്ലെങ്കിൽ പി ഇ ഡി എന്തും ആയിക്കോട്ടെ, ജോയിന്റ് ഡിയിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. അപ്പൊ ആ രണ്ട് മെമ്പറിലുള്ള ഫോഴ്സ് ഞാൻ എന്ത് ചെയ്തു, ടെൻസൈൽ ആയിട്ട് മാർക്ക് ചെയ്തു. ജോയിന്റ് ഡിന്ന് മൂവിങ് അവേ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തു, രണ്ടും മാർക്ക് ചെയ്തു. ഓക്കെ, അവിടെ ഒരു ആംഗിൾ ഉണ്ട്, ആംഗിൾ എനിക്ക് അറിയില്ല, അത് ഞാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിത് സമ്മേഷൻ വി ഈസ് ഈക്വൽ ടു 0, സമ്മേഷൻ എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കൺസെപ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ തീറ്റ ആവശ്യമാണ്. കാരണം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സുകളൊക്കെ നമുക്ക് റിസോൾവ് ചെയ്യണം, വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും. അപ്പൊ തീറ്റ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ജോയിന്റ് ഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം ഇത്രേ ഉള്ളൂ, അതായത് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. അതിലൊരു കട്ട് കൊടുക്കും. ഓക്കെ, അതായത് അതിൽ വന്ന് മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിനെ കട്ട് ചെയ്യുക. അപ്പൊ ജോയിന്റ് ഡിയിൽ വന്ന് മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഡി സി ആൻഡ് ഡി, അപ്പൊ അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇത്രയും പോർഷൻ മാത്രം എടുത്ത് വരച്ചാൽ മതി. ഓക്കെ, കട്ട് ചെയ്തിട്ട് അപ്പൊ ആ കട്ട് ചെയ്യുന്ന മെമ്പേഴ്സിലൊക്കെ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് ടെൻസൈൽ ആയിട്ടും ഞാൻ അസ്യൂം ചെയ്തു. മറ്റുള്ള മെമ്പേഴ്സ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട. ഒരു ജോയിന്റ് കൺസിഡർ ചെയ്താൽ അതിൽ വന്ന് മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിനെ കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ മാത്രം ആ ജോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഞാൻ ആംഗിൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഇതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ. അപ്പൊ ഈ ആംഗിൾ തീറ്റ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു. ഓക്കെ, ഇത് തീറ്റ. ഇതിന്റെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഇതിന്റെ ഈ ആംഗിളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പോർഷനിൽ ഇ ഡി പോർഷനിലെ ലെങ്ത് 3 മീറ്റർ, എ ഇ പോർഷനിലെ ലെങ്ത് 3 മീറ്റർ, എ ബിയിലെ 4 മീറ്റർ. ഓക്കെ, എ ബി 4, എ ഇ ഇ ഡി തന്നു. അപ്പോൾ എ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 + 3 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അഡ്ജസന്റ് സൈഡിലുള്ള ഡിസ്റ്റൻസ് പറയാം, ഓപ്പോസിറ്റ് സൈഡ് പറയാം. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എ ഡി ആണ്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്. അപ്പം ടാൻ തീറ്റ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് വാല്യൂസ് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ ടാൻ തീറ്റ എടുത്താൽ മതി. ഓക്കെ, ടാൻ തീറ്റ എടുത്താൽ ഈ രണ്ട് ഡിസ്റ്റൻസുകളും ഈ രണ്ട് ലെങ്ത്തുകളും നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തീറ്റ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് 4 ആണ്, അഡ്ജസന്റ് സൈഡ് 6 ആണ്. ഓക്കെ, ഫ്രം ട്രയാങ്കിൾ എ ബി ഡി ടാൻ തീറ്റ ഈസ് 4/6. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 4/6 ചെയ്ത് കഴിഞ്ഞാൽ 33.69 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ 33.69 ആണ്. ഇനി ആംഗിൾസിന്റെ ഒക്കെ ചില കൺസെപ്റ്റ് വെച്ച് മറ്റുള്ള സ്ഥലങ്ങളിലെ ആംഗിൾസും കൂടെ നമുക്ക് കണ്ടുപിടിച്ചാൽ നല്ലതായിരിക്കും. കാരണം റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പല ആംഗിൾസ് ആവശ്യമായിട്ട് വരും. അപ്പൊ ഞാനിവിടെ ഈ ആംഗിൾ തീറ്റ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തുള്ള ആംഗിളും തീറ്റ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് 3 മീറ്റർ, ഈ ഡിസ്റ്റൻസ് നമുക്കറിയില്ല. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കിക്കോ, എ ഇ എന്ന് പറയുന്ന പോർഷൻ ഇത് 3 മീറ്റർ. അപ്പോൾ ഈ സി എന്ന് പറയുന്ന പോർഷൻ കോമൺ ആണ് അല്ലെ? ഈ രണ്ട് ട്രയാങ്കിൾ നോക്കിയാൽ, അതായത് എ സി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളും
CED എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കിയാൽ സി എന്ന് പറയുന്ന പോർഷൻ കോമൺ ആണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു സൈഡ്. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ തീറ്റ അത് രണ്ടും സെയിം ആണ്. കാരണം ഇത് 3യും ഈ ലെങ്ത് സെയിമും ആണല്ലോ. അപ്പോൾ തീറ്റ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ആ തീറ്റ തന്നെ ആയിരിക്കില്ല എവിടെയും വരിക. രണ്ട് സൈഡുകൾ സെയിം ആണ്. ഇത് 3യും ഇത് സി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും CE സെയിം ആണ്. അതുപോലെ ഇവിടെ വരുന്ന ബോട്ടത്തിൽ വരുന്ന ഡിസ്റ്റൻസ് എയും EDയും സെയിം ആണ്. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ EDC തീറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആംഗിൾ CAയും എന്ത് തന്നെയായിരിക്കും? തീറ്റ തന്നെയായിരിക്കും. ഓക്കെ, അതുപോലെ ഈ ആംഗിൾ ഹൊറിസോണ്ടൽ, നമ്മളിപ്പോൾ സിയിൽ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ ആ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് ഈ സെയിം ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിളും തീറ്റ തന്നെയായിരിക്കും, ആൾട്ടർനേറ്റ് ആംഗിൾസ്. ഓക്കെ, അതേപോലെ ഇവിടെയും ഈ ആംഗിളും തീറ്റ തന്നെയായിരിക്കും. ഓക്കെ, അതേപോലെ ഈ സെയിം ലൈനുമായിട്ട് ഹൊറിസോണ്ടൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇത് തീറ്റയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് തീറ്റയായിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് നിലവിലുള്ള കണ്ടുപിടിച്ച കാര്യങ്ങൾ വെച്ച് മറ്റുള്ള സ്ഥലങ്ങളിലെ ആംഗിൾസും കൂടി നമുക്ക് ഈ രീതിയിൽ എടുക്കാം. ആൾട്ടർനേറ്റ് ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾസ്, അതായത് ആംഗിൾസിന്റെ ആ ഒരു ബേസിക്സ് വെച്ച്, ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, തുടക്കത്തിൽ ഇതുപോലെ കണ്ടുപിടിക്കണം എന്നില്ല, നമുക്ക് ആവശ്യം വരുന്നതിനനുസരിച്ചിട്ട് ആംഗിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്താലും മതി. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ജോയിന്റ് ഡിയിൽ ആവശ്യം ഈ ആംഗിൾ ആണ്, ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണ്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു, 33.69. ഓക്കെ, ഇനി ഞാൻ റിസോൾവ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഈ ജോയിന്റ് ഡിന്റെ ഇക്വിലിബ്രിയം കൺസെപ്റ്റ്, അതായത് ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ജോയിന്റ് ഡി എടുത്തു, കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ അറ്റ് ജോയിന്റ് ഡി. ഇപ്പൊ ജോയിന്റ് ഡിയിൽ രണ്ട് ഇക്വിലിബ്രിയം കൺസെപ്റ്റ്, സമ്മേഷൻ V = 0 ആൻഡ് സമ്മേഷൻ H = 0 ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ സമ്മേഷൻ V = 0 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെയാ വെർട്ടിക്കൽ ഫോഴ്സുകൾ ഉള്ളത്? 60 ഉണ്ട് അല്ലെ, അതായത് ഒരു എക്സ്റ്റേണൽ ലോഡ് ഉണ്ട് 60, താഴോട്ടാണ്. അപ്പൊ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ മൈനസിലും അപ്വേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ പോസിറ്റീവിലും എടുക്കാം. ഓക്കെ, അതുപോലെ ടുവേർഡ്സ് ലെഫ്റ്റ് ആക്ട് ചെയ്യുന്നത് നെഗറ്റീവിലും ടുവേർഡ്സ് റൈറ്റ് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ പോസിറ്റീവിലും എടുക്കാം. ഓക്കെ, അപ്പൊ സമ്മേഷൻ V എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 60 താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ -60 എന്ന് ഞാൻ എഴുതി. പിന്നെ ഉള്ളത് ഏതാ? ഇവിടെ PCD എന്ന് പറഞ്ഞിട്ടുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ട്. അപ്പൊ അതിനെ വെർട്ടിക്കലി റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ആംഗിൾ തീറ്റ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ അത് സൈൻ ആയിരിക്കും. ഓക്കെ, ഹൊറിസോണ്ടലി ആണ് റിസോൾവ് ചെയ്യുന്നതെങ്കിൽ അത് കോസ് തീറ്റ വരും. അതായത് ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ടാണ് ഈ ആംഗിൾ തീറ്റ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ട് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ അവിടെ കോസ് തീറ്റ ആയിരിക്കും, അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, ഏത് ആക്സിസിനോട് ചേർന്നിട്ടാണോ തീറ്റ തരുന്നത് ആ ആക്സിസിനോട് ചേർന്നിട്ടുള്ള റിസോൾവിങ് അത് കോസ് തീറ്റ ആയിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ -60 വന്നു. ഇനി PCD നമ്മൾ റിസോൾവ് ചെയ്താൽ PCD സൈൻ തീറ്റ എന്നാ വരിക അല്ലെ. ഈ ആരോ മാർക്ക് നമ്മൾ ടെൻസൈൽ അസ്യൂം ചെയ്തുകൊണ്ട് ഇത് വെർട്ടിക്കലി റിസോൾവ് ചെയ്താൽ ആരോ മാർക്ക് എങ്ങോട്ടായിരിക്കും? അപ്വേർഡ് ആയിരിക്കും. അപ്പൊ അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആണ്. അപ്പം പ്ലസ് PCD സൈൻ തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, -60 പ്ലസ് PCD സൈൻ തീറ്റ ഈക്വൽ ടു 0. വേറെ വെർട്ടിക്കൽ ഫോഴ്സുകളൊന്നുമില്ല, PDE ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ -60 പ്ലസ് PCD സൈൻ ആംഗിൾ നമുക്കറിയാം 33.69 = 0. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PCD വാല്യൂ കിട്ടും. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ PCD സൈൻ തീറ്റ -60 ഓക്കെ ഈക്വൽ ടു 0. PCD സൈൻ 33.69 = 60. 60 ഇപ്പുറത്തേക്ക് വന്നാൽ പ്ലസ് ആവും. PCD = സൈൻ ഇപ്പുറത്തേക്ക് വന്നാൽ ഡിനോമിനേറ്ററിൽ വരും. 60 ഡിവൈഡ് ബൈ സൈൻ 33.69 ദാറ്റ് ഈസ് 108.17 kN എന്ന് കിട്ടും. അപ്പോൾ PCD കിട്ടി. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന മെമ്പർ ഫോഴ്സുകളിൽ ആദ്യത്തെ മെമ്പർ CD എന്ന് പറഞ്ഞ മെമ്പറിൽ ഫോഴ്സ് കിട്ടി. അത് ടെൻസൈൽ ആണ്. ടെൻസൈൽ ആണെന്ന് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഫോഴ്സുകളും, അതായത് എല്ലാ മെമ്പർ ഫോഴ്സുകളും ടെൻസൈൽ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം പ്ലസിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ അസംഷൻ ശരിയാണ്, ദ ഫോഴ്സ് ഈസ് ടെൻസൈൽ. ഇനി നിങ്ങൾക്ക് ആൻസർ മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അസംഷൻ തെറ്റാണ്, നമ്മൾ ടെൻസൈലിന് അസ്യൂം ചെയ്തിരിക്കുന്നത് തെറ്റാണ്, മൈനസിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഫോഴ്സ് ഈസ് കംപ്രസീവ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പം സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈ ജോയിനിൽ എടുത്തു. ഇനി സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഞാൻ എടുക്കാൻ പോവാണ്. ഓക്കെ, സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് നോക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ എടുത്തപ്പോൾ എനിക്ക് കിട്ടി. ഇനി സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ളത് PDE ഉണ്ട്, അതെങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. അപ്പോൾ മൈനസ് എഴുതി ടുവേർഡ്സ് ലെഫ്റ്റ്. ഇനി PCDനെ നമുക്ക്
ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യാം. അപ്പൊ ഈ ആരോ മാർക്ക് എങ്ങോട്ട് വരും? പി സി ഡി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആരോ മാർക്ക് ടുവേർഡ്സ് ലെഫ്റ്റ് തന്നെയാണ്. അപ്പൊ അതും മൈനസ് തന്നെ എഴുതാം. മൈനസ് പി സി ഡി ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ടാണ് തീറ്റ ഉള്ളത്. ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ പി സി ഡി കോസ് തീറ്റ ആയിരിക്കും ഈക്വൽ ടു 0. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ. തീറ്റ നമുക്കറിയാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള നെക്സ്റ്റ് വാല്യൂ നമുക്ക് കിട്ടും. അതായത് പി ഡി ഇ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. പി സി ഡി നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കത് സോൾവ് ചെയ്യാം. സമ്മേഷൻ എച്ച് ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് മൈനസ് പി ഡി മൈനസ് പി സി ഡി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. ഇനി ഈ മൈനസ് പി സി ഡി കോസ് തീറ്റ ഇപ്പുറത്തേക്ക് വന്നാൽ മൈനസ് പി ഡി ഈസ് ഈക്വൽ ടു പ്ലസ് ആവും. പി സി ഡി കോസ് 33.69 ആയി. ഇപ്പൊ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പി ഡി ഇ ഈസ് ഈക്വൽ ടു മൈനസ് 108.17 കോസ് 33.69. സോൾവ് ചെയ്താൽ പി ഡി ഈസ് ഈക്വൽ ടു മൈനസ് 90 കിലോ ന്യൂട്ടൺ എന്നുള്ള കിട്ടും. അപ്പൊ നമ്മളിവിടെ അസ്യൂം ചെയ്തത് പി ഡി ഇ എന്ന് പറഞ്ഞ ഫോഴ്സ് ടെൻസൈൽ ആയിട്ടാണ്. നമുക്കിവിടെ കിട്ടിയ ഉത്തരം മൈനസിലാണ്. അതിന്റെ അർത്ഥം ഈ ഫോഴ്സ് ടെൻസൈൽ അല്ല, ഇത് കംപ്രസീവ് ഫോഴ്സ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പി ഡി ഇ എന്ന് പറയുന്നത് പി ഡി ഇ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 90 കിലോ ന്യൂട്ടൺ. പി ഡി ഈസ് 90 കിലോ ന്യൂട്ടൺ കംപ്രസീവ് ആണ്. ഓക്കെ, ആ കാര്യം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. കംപ്രഷൻ ഇതുപോലെ എഴുതുമ്പോൾ മൈനസ് ഇടണമെന്നില്ല. പ്ലസ് 90 കിലോ ന്യൂട്ടൺ ബ്രാക്കറ്റിൽ കംപ്രഷൻ ഇട്ടാൽ മതി. അതായത് ഈ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് കംപ്രസീവ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു നോട്ടായിട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അവർ അസംപ്ഷൻ ഓഫ് ഫോഴ്സ് ബീങ് ടെൻസൈൽ ഈസ് റോങ്. ദ ഫോഴ്സ് പി ഡി ഈസ് കംപ്രസീവ്. ഓക്കെ, ദാറ്റ് ഈസ് പി ഡി ഈസ് ഈക്വൽ ടു 90 കിലോ ന്യൂട്ടൺ കംപ്രസീവ്. അപ്പൊ നമുക്ക് ജോയിന്റ് ഡി എടുത്തപ്പോൾ രണ്ട് ഫോഴ്സസ് നമുക്ക് കിട്ടി, മെമ്പർ ഫോഴ്സസ്. അതായത് സി ഡി എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സും കിട്ടി, ഇ ഡി എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സും കിട്ടി. ഓക്കെ, പി സി ഡി എന്ന് പറയുന്നത് ടെൻസൈൽ ആയിട്ടുള്ള ഒരു വാല്യൂ, പി ഡി ഇ കംപ്രസീവ് ആയിട്ടുള്ള ഫോഴ്സും കിട്ടി. ഇനി ബാക്കി 4 മെമ്പേഴ്സിലെയും കൂടെ ഫോഴ്സുകൾ കണ്ടുപിടിക്കണം. അടുത്ത് ഏത് ജോയിന്റ് എടുക്കാം? ഇപ്പൊ ജോയിന്റ് സി ആണ് ഞാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇവിടെ എനിക്ക് പി സി ഡി ഓൾറെഡി കിട്ടി. അപ്പൊ അൺനോൺ ആയിട്ടുള്ളത് അത് മാറി, നോൺ ആണ് ആ വാല്യൂ അല്ലെ. പി സി ഡി എന്ന് പറയുന്ന ഫോഴ്സ് നോൺ ആണ്. ബാക്കിയുള്ളത് പി സി ബി ഉണ്ട്, സി ബി എന്ന് പറഞ്ഞ മെമ്പർ ഫോഴ്സ്, പി സി എ ഉണ്ട്, പി സി ഉണ്ട്. അപ്പൊ 3 അൺനോൺസ് ഇവിടെ വന്നു. നമ്മളെ കയ്യിൽ എത്ര ഇക്വേഷൻസ് ഉള്ളത്? 2 ഇക്വേഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം 3 അൺനോൺസ് വന്നാൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ജോയിന്റ് ഇ എടുക്കാൻ പറ്റുമോ നോക്കാം. നെക്സ്റ്റ് ജോയിന്റ് ഇ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ഇ ഡി എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സ് അവൈലബിൾ ആണ്, നമ്മൾ കണ്ടുപിടിച്ചു. ബാക്കി 2 മെമ്പറിലെ ഫോഴ്സുകളാണ് അൺനോൺ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ജോയിന്റ് ഇ നമുക്ക് ചൂസ് ചെയ്യാം, കാരണം ഇവിടെ 2 അൺനോൺസ് ആണുള്ളത്. അപ്പൊ നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ജോയിന്റ് ഇ കൺസിഡർ ചെയ്യാം. അപ്പം നെക്സ്റ്റ് ജോയിന്റ് ഇ കൺസിഡർ ചെയ്യാൻ പോവാണ് ഞാൻ. കൺസിഡർ ജോയിന്റ് ഇ. ഓക്കെ, ജോയിന്റ് ഇന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ ഈ രീതിയിലായിരിക്കും. ഇവിടെ പി ഇ സി എന്ന് പറയുന്ന മെമ്പർ, ഓക്കെ, അവിടെ ടെൻസൈൽ ആയിട്ട് അസ്യൂം ചെയ്തു. ഇവിടെ പി ഇ എ എന്ന് പറഞ്ഞ മെമ്പർ, അത് ടെൻസൈൽ ആയിട്ട് അസ്യൂം ചെയ്തു. പി ഇ ഡി ഞാൻ ടെൻസൈൽ ആയിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, എനിക്കിപ്പോ പി ഇ ഡി അല്ലെങ്കിൽ പി ഡി ഓൾറെഡി കംപ്രസീവിൽ കിട്ടിയാലും ഞാൻ അസ്യൂം ചെയ്യുന്നത് എപ്പോഴും എന്ത് ചെയ്യുക? ടെൻസൈൽ ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുക. ഈ കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ ഫോഴ്സ് കംപ്രസീവ് കിട്ടിക്കഴിഞ്ഞാലും നെക്സ്റ്റ് ജോയിന്റ് എടുക്കുമ്പോൾ ആ ഫോഴ്സിനെ കംപ്രസീവ് ആയിട്ട് കൊടുക്കണം എന്നില്ല. അതിനെന്ത് ചെയ്യുക? ടെൻസൈൽ ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുക. എന്നിട്ട് ആ ഫോഴ്സ് ഇക്വേഷനിൽ വരുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് വാല്യൂല് കൊടുക്കാം. അതായത് ഇപ്പം പി ഇ ഡി നമുക്കറിയാം. ഇനി പി ഇ ഡി താഴെ വരുന്ന ഇക്വേഷൻസിൽ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ പി ഇ ഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ ഫോഴ്സ് കംപ്രസീവ് ആണെങ്കിൽ മൈനസ് വാല്യൂ കൊടുക്കുക. അതായത് മൈനസ് 90 എന്ന് വേണം പി ഇ ഡി എവിടെയൊക്കെ ഇക്വേഷനിൽ വരുന്നോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്നതൊക്കെ ടെൻസൈൽ ആയിട്ടാണ്. അപ്പൊ ഈ രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ തെറ്റാനുള്ള സാധ്യത കുറവാണ്. മാറ്റിയെടുക്കാതിരിക്കുക. ഇതേ രീതിയിൽ തന്നെ എല്ലാ ജോയിന്റും കൺസിഡർ ചെയ്യുമ്പോൾ ടെൻസൈൽ ആയിട്ട് അസ്യൂം ചെയ്യുക. അതിൽ ഈ ഒരു ഫോഴ്സ് നമുക്കിപ്പം കംപ്രസീവ് കിട്ടിക്കഴിഞ്ഞാലും അസ്യൂം ചെയ്യുന്നത് ടെൻസൈൽ ആയിട്ട് അസ്യൂം ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് മൈനസിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി, ഇൻ കേസ് അത് കംപ്രസീവ് ആണെങ്കിൽ. ഓക്കെ, കൺസിഡർ ജോയിന്റ് ഇ. സമ്മേഷൻ വി ഈസ് ഈക്വൽ ടു 0. ജോയിന്റ് ഇയിൽ 60 എന്ന് പറയുന്ന ലോഡ് താഴോട്ടുണ്ട്. പിന്നെ പി എ, പി ഡി ആൻഡ് പി സി. ഓക്കെ, ഇവിടെ ഞാൻ സമ്മേഷൻ വി ഈസ് ഈക്വൽ ടു 0 കൊടുക്കുകയാണ്. ഇവിടെയുള്ള വെർട്ടിക്കൽ ഫോഴ്സുകൾ ഏതൊക്കെയാണ്? പി ഇ സി ഉണ്ട്, അപ്വേർഡ് ആണ്, അതുകൊണ്ട് പ്ലസിൽ എഴുതാം. പിന്നെ 60 താഴോട്ടുണ്ട്, അതുകൊണ്ട് മൈനസിൽ എഴുതാം. ഓക്കെ, ബാക്കി 2 ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആയതുകൊണ്ട് ഈ ഇക്വേഷനിൽ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പൊ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? പി ഇ സി ഈക്വൽ ടു 60. ഇതപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 60. ആർ എച്ച് എസിലേക്ക് വരുമ്പോൾ അത് പ്ലസ് ആവും. ദാറ്റ് മീൻസ് നമ്മൾ അസ്യൂം ചെയ്തതുപോലെ പി ഇ സി എന്ന് പറയുന്ന ഫോഴ്സ് ടെൻസൈൽ ആണ്. ഓക്കെ, പി ഇ സി ഈക്വൽ ടു 60 കിലോ ന്യൂട്ടൺ ടെൻസൈൽ എന്ന് കിട്ടി. ഇനി സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇവിടെ 2 ഉണ്ട് അല്ലെ. പി എ ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, മൈനസ് പി എ ഞാൻ എടുത്തു.
പിന്നെ PED ഉള്ളത് ടുവേർഡ്സ് റൈറ്റ് ആണ്, അപ്പം പ്ലസ് PED ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് PED വാല്യൂ ഓൾറെഡി അറിയാം. അപ്പം അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -90 എന്ന് കൊടുക്കണം PEDന്റെ സ്ഥാനത്ത്. ഓക്കെ, കാരണം അത് കംപ്രസീവ് ആണ്. ഓക്കെ, അപ്പൊ സമ്മേഷൻ H is equal to 0, that is minus PEA plus PED is equal to 0. അപ്പൊ മൈനസ് PEA is equal to PED, ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് PED ആയി. അപ്പൊ മൈനസ് മൈനസ് കട്ടാവും, PEA is equal to PED എന്ന് കിട്ടും. അപ്പൊ PEA is equal to PEDന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. PED ടെൻസൈൽ കംപ്രസീവ് ആയതുകൊണ്ട് -90 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? PEAയും 90 kN തന്നെയാണ്, പക്ഷെ കംപ്രസീവ് ആണ്, മൈനസിൽ കിട്ടിയതുകൊണ്ട്. ഓക്കെ, PEA is equal to 90 kN കംപ്രസീവ്. അപ്പൊ നമുക്ക് ഇവിടെ 4 മെമ്പർ ഫോഴ്സുകൾ കിട്ടി അല്ലെ. ആദ്യത്തെ ജോയിന്റ് എടുത്തപ്പോൾ നമുക്ക് CDയിലെയും EDയിലെയും മെമ്പർ ഫോഴ്സ് കിട്ടി. ജോയിന്റ് E എടുത്തപ്പോൾ നമുക്ക് EAയിലെയും അതുപോലെ തന്നെ CEയിലെയും മെമ്പർ ഫോഴ്സ് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ജോയിന്റ് എടുക്കാൻ പോകുന്നത് C ആണ് എടുക്കുന്നത്. ഓക്കെ, C ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 4 മെമ്പർ ഫോഴ്സുകൾ ഉണ്ടെങ്കിലും ഈ 2 മെമ്പർ ഫോഴ്സസ് നമ്മൾ കണ്ടുപിടിച്ചത് കൊണ്ട് ബാക്കി 2 അൺനോൺസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ജോയിന്റ് C ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ്. ജോയിന്റ് C കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തിട്ട് ഞാൻ സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കൺസിഡർ ജോയിന്റ് C. അപ്പൊ ജോയിന്റ് C ഞാൻ എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. ഓക്കെ, PCB എന്ന് പറഞ്ഞ മെമ്പർ, അല്ലെ CB എന്ന് പറഞ്ഞ മെമ്പർ, അതിലുള്ള ഫോഴ്സ് PCB, CD എന്ന് പറഞ്ഞ മെമ്പർ, അതിലുള്ള ഫോഴ്സ് PCD, CA എന്ന് പറഞ്ഞ മെമ്പർ, അതിലുള്ള ഫോഴ്സ് PCA, ആൻഡ് CE എന്ന് പറഞ്ഞ മെമ്പർ, അതിലുള്ള ഫോഴ്സ് PCE. ഓക്കെ, അപ്പൊ ഞാൻ മുന്നേ ഇവിടെയുള്ള ആംഗിൾ എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഹൊറിസോണ്ടൽ ആക്സിസ് ഞാൻ അവിടെ ഇട്ടിട്ട് ഈ ആംഗിൾസുകളെല്ലാം തീറ്റയാന്നുള്ള രീതിയിൽ ഞാൻ എഴുതി. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, ഞാനത് വീണ്ടും റിപ്പീറ്റ് പറയുന്നില്ല. ഇവിടെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അത് തീറ്റ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ജോയിന്റ് C എടുത്തു. അപ്പൊ ഈ പോർഷൻ വന്നു, അതിലെല്ലാം ഫോഴ്സ് ടെൻസൈൽ എടുത്തു. ഈ ആംഗിൾസ് ഞാൻ അതിൽ മാർക്ക് ചെയ്തു, കാരണം എനിക്ക് റിസോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ജോയിന്റ് സിയിലെ സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് ഞാൻ അപ്ലൈ ആണ്. ഓക്കെ, ആദ്യം സമ്മേഷൻ V ഇസ് ഈക്വൽ ടു 0 എടുത്തു. V ഇസ് ഈക്വൽ ടു 0, ഏതൊക്കെ ഇതിലുള്ള വെർട്ടിക്കൽ ഫോഴ്സ്? PCE ഉണ്ട് അല്ലെ, താഴോട്ടേക്ക്. അപ്പൊ താഴോട്ട് ആയതുകൊണ്ട് മൈനസിൽ എഴുതി, മൈനസ് PCE എഴുതി. ഓക്കെ, മൈനസ് PCE. ഓക്കെ, പിന്നെ ഉള്ളത് PCA ഉണ്ട് അല്ലെ. PCA റിസോൾവ് ചെയ്ത് കഴിഞ്ഞാലും വെർട്ടിക്കലി റിസോൾവ് ചെയ്താൽ അത് താഴോട്ടേക്ക് തന്നെ ആരോ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് PCA. തീറ്റ ഇതാണ്, അപ്പോൾ ഇതിനെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്, ഓപ്പോസിറ്റ് ആക്സിസിലേക്കാണ് റിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ തീറ്റ എന്നുള്ള രീതിയിലായിരിക്കും വരിക. തീറ്റ വാല്യൂ 33.69. ഇനിയുള്ള വെർട്ടിക്കൽ ഫോഴ്സ് ഏതാണ്? PCD ഉണ്ട് അല്ലെ. PCD റിസോൾവ് ചെയ്താലും താഴോട്ടേക്ക് തന്നെ വരിക, അതിനെയും റിസോൾവ് ചെയ്യുമ്പോൾ സൈൻ തന്നെയാണ്. PCD സൈൻ 33.69. ഓക്കെ, ഇനിയുള്ളത് PCB ഉണ്ട്. പക്ഷെ PCB നമ്മൾ റിസോൾവ് ചെയ്താൽ അപ്വേർഡ് അതിന്റെ ഡയറക്ഷൻ വരിക. അതും എന്ത് തന്നെയാണ്, ഈ ആംഗിൾ ഹൊറിസോണ്ടൽ ആക്സിസിനോട് ചേർന്നിട്ടാണ്. ഇപ്പോൾ വെർട്ടിക്കൽ ആക്സിസിൽ അത് സൈൻ തന്നെയായിരിക്കും. പ്ലസ് PCB സൈൻ 33.69 സൈൻ 33.69 ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ എല്ലാ വെർട്ടിക്കൽ ഫോഴ്സുകളുമായി. ഓക്കെ, PCB സൈൻ 33.69 പ്ലസില് മൈനസ് PCD സൈൻ 33.69 മൈനസ് PCA സൈൻ 33.69 മൈനസ് PCE ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇത് ഞാൻ ഇനി ഷോർട്ടൺ ചെയ്ത് കൊണ്ടുവരാൻ പോവാണ്. PCB സൈൻ 33.69, PCD വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, PCD 108.17 ആണ്, ടെൻസൈൽ ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ വാല്യൂ കൊടുത്തു, മൈനസ് 108.17. ഓൾറെഡി മൈനസ് ഇവിടെ ഉണ്ടല്ലോ. സൈൻ 33.69. ഇനി അടുത്തത് PCA നമുക്ക് അറിയില്ല. ഓക്കെ, മൈനസ് PCA സൈൻ 33.69 മൈനസ് 60. ഓക്കെ, ഇതിൽ നമുക്ക് അറിയുന്ന മറ്റൊരു ഫോഴ്സ് PCE ആണ്. അപ്പോൾ PCE ഈസ് 60 മൈനസ് 60. ഓക്കെ, ഈക്വൽ ടു 0. അപ്പം ഇത് സോൾവ് ചെയ്ത് കൊണ്ടുവരുവാണ്. PCB സൈൻ 33.69 ഓക്കെ മൈനസ് 60 മൈനസ് PCA സൈൻ 33.69 മൈനസ് 60. ഓക്കെ, ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് 60 ആണ് വരുന്നത്. 108.17 സൈൻ 33.69, ആ 60 ആണിത്. ഓക്കെ, മൈനസ് 60 ഈസ് ഈക്വൽ ടു 0. ഈ രണ്ട് മൈനസ് 60 നമുക്ക് ആഡ് ചെയ്യാം. മൈനസ് 120 ആയി. അത് RHSലേക്ക് വന്നാൽ പ്ലസ് 120 ആയി.
ഓക്കെ, ബാക്കിയുള്ളത് PCB സൈൻ 33.69 മൈനസ് PCA സൈൻ 33.69. ഇത് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ, ഇതുപോലെ ഇക്വേഷൻ ആക്കിയിട്ട് നിങ്ങളൊന്ന് ഷോർട്ടൻ ചെയ്ത് കൊണ്ടുവന്നാൽ ഈ കിട്ടുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് കാണുക മാത്രമല്ല, ജസ്റ്റ് ചെയ്തും കൂടെ നോക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ സൈൻ 33.69 പുറത്തെടുത്തു. അപ്പം PCB മൈനസ് PCA ബ്രാക്കറ്റിൽ വന്നു ഈക്വൽ ടു 120. ഇനി സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ PCB മൈനസ് PCA is equal to 120 divided by sin 33.69 ആയി. അപ്പോൾ PCB മൈനസ് PCA is equal to, ഇത് സോൾവ് ചെയ്താൽ 120 by sin 33.69 ചെയ്താൽ 216.33 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷനായി, അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു വെച്ചു. 2 അൺനോൺസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഇക്വേഷനും കൂടെ ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഇക്വേഷൻ ആയിട്ട് അത് അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് is equal to 0 എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കാം. അപ്പോൾ ഈ ജോയിന്റിൽ വീണ്ടും പോയിട്ട് ഹൊറിസോണ്ടൽ ഫോഴ്സ് is equal to 0 ഞാൻ എഴുതാൻ പോവാണ്. ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ ഏതൊക്കെയാണ് വരിക എന്നുള്ളത് ഒന്ന് നിങ്ങൾ എഴുതി നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഞാനിവിടെ എഴുതാം. ഹൊറിസോണ്ടൽ ഫോഴ്സ് is equal to 0. ഏതൊക്കെ ഫോഴ്സുകൾ ഹൊറിസോണ്ടലി വരുന്നുണ്ട്? വെർട്ടിക്കൽ ആയിട്ടുള്ളത്, പൂർണ്ണമായിട്ട് വെർട്ടിക്കൽ ആയിട്ടുള്ളത് കൺസിഡർ ചെയ്യേണ്ട, ഹൊറിസോണ്ടലിൽ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ സമ്മേഷൻ ഹൊറിസോണ്ടൽ ഫോഴ്സ് is equal to 0 ഞാൻ ഇവിടെ എടുത്താൽ, ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്നുള്ളത് PCD, അതിനെ ഞാൻ റിസോൾവ് ചെയ്ത് അത് ടുവേർഡ്സ് റൈറ്റ് തന്നെയാണ് അല്ലെ, ആംഗിളിനോട് ഹൊറിസോണ്ടൽ ആക്സിസിനോട് ചേർന്നിട്ട് തന്നെയാണ് തീറ്റ. അപ്പം ടുവേർഡ്സ് റൈറ്റ് ആയതുകൊണ്ട് PCD കോസ് തീറ്റ 1. ഓക്കെ, തീറ്റ 33.69 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെയുള്ളത് PCE എന്ന് പറയുന്ന വെർട്ടിക്കൽ ആണ്. അപ്പോൾ അത് ഹൊറിസോണ്ടൽ ഫോഴ്സ് is equal to 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൺസിഡർ ചെയ്യേണ്ട. PCA ഉണ്ട്. PCA റിസോൾവ് ചെയ്താൽ അതിന്റെ ആരോ മാർക്ക് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. അപ്പോൾ മൈനസ് എന്നുള്ള രീതിയിലാണ് വരിക, മൈനസ് PCA കോസ് തീറ്റ. ഓക്കെ, അതേപോലെ PCB റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടുവേർഡ്സ് ലെഫ്റ്റ് തന്നെയാണ്, മൈനസ് PCB കോസ് തീറ്റ. വേറെ ഒന്നുമില്ല, എല്ലാ ഹൊറിസോണ്ടൽ ഫോഴ്സുകളായി ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് PCD അറിയാം. ഓക്കെ, PCDന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതുമ്പോൾ PCD കോസ് 33.69 മൈനസ് PCA കോസ് 33.69 മൈനസ് PCB കോസ് 33.69 is equal to 0. തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. PCDന്റെ വാല്യൂ ഞാൻ ഇവിടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 108.17 കോസ് 33.69 മൈനസ് PCA കോസ് 33.69 മൈനസ് PCB കോസ് 33.69. അപ്പോൾ ഇതിൽ മൈനസ് 108 കോസ് 33.69 എന്ന് പറയുന്നത് 90 ആണ്. അത് RHSലേക്ക് വരുമ്പോൾ മൈനസ് 90 ആവും. ഓക്കെ, മൈനസ് PCA കോസ് 33.69 മൈനസ് PCB കോസ് 33.69 is equal to മൈനസ് 90. ഓക്കെ, ഇനി രണ്ട് സൈഡിലും LHSലും RHSലും മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് PCA കോസ് 33.69 പ്ലസ് PCB കോസ് 33.69 is equal to 90 എന്നായി. ഇതിൽ കോസ് 33.69 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ PCA പ്ലസ് PCB ഓക്കെ ഇൻറ്റു കോസ് 33.69 is equal to 90 എന്ന് വരും. ആ കോസ് 33.69 RHSലേക്ക് പോയാൽ PCA പ്ലസ് PCB is equal to 90 by കോസ് 33.69 വരും. ഓക്കെ, ദാറ്റ് ഈസ് 90 by കോസ് 33.69 എന്ന് പറയുന്നത് 108.17 ആണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കിട്ടി, PCB പ്ലസ് PCA is equal to 108.17. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസും രണ്ട് അൺനോൺസും ആണുള്ളത്. നമുക്കിത് കാൽക്കുലേറ്ററിൽ അടിച്ച് സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ഇക്വേഷൻസ് ആക്കിയിട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റന്റ് ടേം എപ്പോഴും ഈക്വൽ ടുവിന്റെ RHSലായിരിക്കണം. അതായത് RHSൽ വരുന്ന രീതിയിൽ വേണം ഇക്വേഷൻ എഴുതാൻ വേണ്ടി. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയ രണ്ട് ഇക്വേഷൻസിലും കോൺസ്റ്റന്റ് ടേം RHSലാണ്. അപ്പോൾ ആ കാര്യം ഓക്കെയാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അൺനോൺ ഫോഴ്സസ് എഴുതുന്ന ഒരേ ഓർഡറിൽ എഴുതണം. ഇപ്പൊ ഞാൻ ആദ്യം PCB ആണ് എഴുതുന്നതെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിലും PCB തന്നെ എഴുതിക്കൊള്ളണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനിൽ ഞാൻ PCB തന്നെ ആദ്യം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ആദ്യത്തെ ഇക്വേഷൻ രണ്ടാമത് PCA എഴുതി, അപ്പോൾ ഇവിടെയും രണ്ടാമത് PCA തന്നെ വരണം. ആ രീതിയിൽ തന്നെ വരണം സോൾവ് ചെയ്യുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഓക്കെ, ഇനി കാൽക്കുലേറ്ററിൽ ഇക്വേഷൻസ് എടുക്കുക. അതിൽ രണ്ട് അൺനോൺസ് ഉള്ള ഇക്വേഷന്റെ ടേംസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും കോഎഫിഷ്യന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ PCB ആവുമ്പോൾ 1 ആണ്, PCA മൈനസ് 1 ആണ്, കോൺസ്റ്റന്റ് ടേം 216.33. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ കോഎഫിഷ്യന്റ് 1 PCBന്റെ, രണ്ടാമത്തെ PCAന്റെ കോഎഫിഷ്യന്റ് 1 ആൻഡ് കോൺസ്റ്റന്റ് ടേം ഈസ് 10.87. അപ്പോൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്ററിൽ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആൻസേഴ്സ് കിട്ടും. PCB ഈസ് ഈക്വൽ ടു 162.25 പ്ലസ്സിൽ കിട്ടും. അതിന്റെ അർത്ഥം PCB എന്ന് പറയുന്ന ടെൻസൈൽ ആണെന്നാണ്. അതുപോലെ PCA നമുക്ക് മൈനസിലാണ് കിട്ടുക.
ഓക്കെ, അതായത് ആദ്യം കിട്ടുന്നത് പി സി ബി ആയിരിക്കും. ഇക്വേഷനിൽ എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതേ രീതിയിലായിരിക്കും. അപ്പോൾ ആദ്യം പി സി ബി കിട്ടി, രണ്ടാമത് പി സി എ കിട്ടി. പി സി എ മൈനസിലാണ് കിട്ടിയത് 54.08. അതിന്റെ അർത്ഥം പി സി എ എന്ന് പറയുന്നത് കംപ്രസീവ് ആണെന്നാണ്. അപ്പോൾ പി സി എ ഈക്വൽ ടു 54.08 കംപ്രസീവ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ നമുക്ക് എല്ലാ മെമ്പർ ഫോഴ്സസുമായി 6 മെമ്പേഴ്സിലുള്ള ഫോഴ്സസും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, എല്ലാ മെമ്പേഴ്സിലുള്ള ഫോഴ്സസുമായി. ഓക്കെ, ഇപ്പൊ നമ്മൾ പി സി ബി ആൻഡ് പി സി എയും കണ്ടുപിടിച്ചു. നമുക്കൊന്ന് അത് ടേബിളാർ ഫോമിൽ ഒന്ന് എടുത്ത് എഴുതാം, ഓരോ മെമ്പേഴ്സിന്റെയും. ലാസ്റ്റ് ഇപ്പൊ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് വെരിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഓരോ മെമ്പറിൽ വരുന്ന ഫോഴ്സ്. മെമ്പർ ബി സി, ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 162.25, നേച്ചർ ടെൻസൈൽ ആണ്. സി ഡി മെമ്പറിൽ 108.17, നേച്ചർ ടെൻസൈൽ ആണ്. ഡിഇ, ഓക്കെ, പി ഡി അതായത് ഡി എന്ന് പറഞ്ഞ മെമ്പറിലുള്ള ഫോഴ്സ് 90 kN കംപ്രസീവ്. പി എ അല്ലെങ്കിൽ പി എ 90 kN കംപ്രസീവ്. പി സി 60 kN ടെൻസൈൽ. പി എ സി 54.08 കംപ്രസീവ്. ഓക്കെ, ഇനി നമുക്ക് ആ ഫിഗറിൽ ഒന്ന് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പം ടെൻസൈൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ്. ഓക്കെ, ഇപ്പം ആദ്യത്തത് പി സി സി ഡി അല്ലെ, ടെൻസൈൽ ആണ്. അപ്പൊ സി എന്ന് പറയുന്ന ജോയിന്റ് നിന്ന് മൂവിങ് അവേ, അതുപോലെ ഡി എന്ന് പറയുന്ന ജോയിന്റ് നിന്ന് മൂവിങ് അവേ 108.17 എഴുതി. ഓക്കെ, അടുത്ത പി ഇ ഡി എന്ന് പറഞ്ഞ മെമ്പർ കംപ്രസീവ് ആണ്. അപ്പൊ മൂവിങ് ടുവേർഡ്സ് ജോയിന്റ്, ഈ ജോയിന്റിലേക്ക് ടുവേർഡ്സ് ആയിട്ട് മാർക്ക് ചെയ്യുക, ഇപ്പുറത്തുള്ള ജോയിന്റിലേക്ക് ടുവേർഡ്സ് ആയിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെയാണ് കംപ്രഷന്റെ റെപ്രസെന്റേഷൻ 90 kN. അടുത്ത പി സി ഇ, അത് ടെൻസൈൽ ആണ് അല്ലെ, സി എന്ന് മൂവിങ് അവേ ആൻഡ് ഇ എന്ന് മൂവിങ് അവേ. ഓക്കെ, അടുത്തത് പി എ ഇ, അത് 90 കംപ്രസീവ് ആണ്, മൂവിങ് ടുവേർഡ്സ് ദ ജോയിന്റ്. ഓക്കെ, അടുത്ത പി സി എ കംപ്രസീവ് ആണ്, എയിലേക്ക് ആരോ മാർക്ക്, സിയിലേക്ക് ആരോ മാർക്ക്, കംപ്രസീവ് ഫോഴ്സ്. അടുത്ത പി സി ബി, അത് ടെൻസൈൽ ആണ്, മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ്. അങ്ങനെ ഓരോ ജോയിന്റിലുള്ള അല്ലെങ്കിൽ ഓരോ മെമ്പറിലുള്ള ഫോഴ്സസിനെയും മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ് ടെൻസൈൽ ആയിട്ടും മൂവിങ് ടുവേർഡ്സ് ദ ജോയിന്റ് കംപ്രസീവ് ആയിട്ടും നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. എല്ലാ മെമ്പർ ഫോഴ്സസും നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റി.